Hello my dears. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പനിയൊക്കെ മാറി, എല്ലാവരുടെയും പനി മാറി, ഇപ്പോൾ എല്ലാവരും ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സാറ്റർഡേ വ്ളോഗാണ്, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് എന്നൊക്കെ പറയാം. ഓക്കെ, സോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഞങ്ങൾ രാവിലെ എന്ന് പറയുമ്പം 9 മണിക്ക് എഴുന്നേറ്റു, ബ്രഷ് ചെയ്തു, ഞങ്ങൾ A2B റെസ്റ്റോറൻറ്റിൽ പോയി. സാധാരണ വീക്കെൻഡൊക്കെ ആകുമ്പം നമ്മുടെ വീട്ടിൽ ഉപ്മാവായിരിക്കും ഉണ്ടാക്കുന്നത്, കാരണം ലേറ്റായിട്ടാണല്ലോ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കും, ഒന്നെങ്കിൽ ഉപ്മാവ് ഉണ്ടാക്കും, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ജിജോട്ടൻ പറഞ്ഞു എന്തായാലും അമ്മ വന്നാൽ പിന്നെ ഇതുവരെയായിട്ട് നമ്മൾ പുറത്ത് പോയിട്ടില്ല, കാരണം അമ്മ വന്നിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ പനി വന്നു, എല്ലാവർക്കും പനിയായി. പിന്നെ നമ്മൾ എവിടെയും പോയില്ല, ലാസ്റ്റ് വീക്കെൻഡൊന്നും പുറത്തിറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ പ്രാവശ്യം എന്തായാലും A2B റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയി റവദോശ കഴിച്ചു, സാധാരണ ഗീ റോസ്റ്റ് കഴിച്ചു, പൂരി കഴിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് പോകുന്ന വഴിക്ക് വെജിറ്റബിൾസും കൂടി മേടിച്ചിട്ട് പോയേക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം വേണ്ട കുറച്ച് വെജിറ്റബിൾസ് മാത്രമേ മേടിക്കുന്നുള്ളൂ, കാരണം ഇവിടെ എല്ലാം ഒന്നും കിട്ടത്തില്ല. ചില ദിവസം നല്ല ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ കടയിൽ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വിലക്കുറവായിരിക്കും. മാത്രമല്ല നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഒക്കെ കിട്ടും. ഇതുപോലെ മുള്ളങ്കിയൊക്കെ വിത്ത് ലീഫോട് കൂടി തന്നെ കിട്ടണമെങ്കിൽ ഇവിടെ വരണം. അതും വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. അങ്ങനെയൊക്കെ ചില സമയത്ത് ഇവരുടെ അടുത്ത് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് മേടിക്കാമെന്ന്. പിന്നെ അത് മാത്രമല്ല നല്ല ചീര ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശരി എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. ആ സമയത്താണ് ഞാൻ ഈ ചാമ്പയ്ക്ക കാണുന്നത്, ഈ ഗ്രീൻ കളർ ചാമ്പയ്ക്ക കാണുന്നത്. നമ്മുടെ നാട്ടിലെ ചാമ്പയ്ക്ക അല്ല ഇത്. അപ്പോൾ ഇതും പിന്നെ അതേപോലെ റെഡ് കളർ. മുമ്പ് പപ്പയൊക്കെ ഒരിക്കൽ ഈ റെഡ് കളർ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ നാട്ടിലെ ആ ഒരു ടേസ്റ്റൊന്നും അല്ല. എന്തായാലും അങ്ങനെ പച്ചക്കറിയെല്ലാം കുറച്ച് വാങ്ങിച്ചു. ചീര ഒന്നും വാങ്ങിക്കാൻ നിന്നില്ല, സാധാരണ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് മീൻ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ചെമ്മീൻ മേടിക്കാനായിട്ട് പോയതാണ്. വീക്കെൻഡൊക്കെ ആകുമ്പോഴാണ് ചെമ്മീൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്മീൻ മേടിച്ചു, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അയിലയും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആദ്യം തന്നെ മീനൊന്ന് വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ചു. അവർ ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് തരുന്നത്. പക്ഷേ എന്നാൽ ഈ ചെമ്മീൻ്റെ അകത്തൊരു നാരുണ്ടല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് കളയണം. അതേപോലെ മീനിൻ്റെ മുകളിൽ അതിനെന്താ പറയുന്നത് എനിക്കറിയില്ല, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ പിന്നെ അതന്നെ ആദ്യം ചെയ്തേക്കാം. അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പം ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മറ്റേത് ആഴ്ചയിൽ എപ്പോഴും ഒന്ന് പുറത്ത് പോകാറുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഈ 2 ആഴ്ചയായിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എവിടെയും പോകാനും പറ്റില്ല. പിന്നെ അതിൻ്റെ കൂടെ മോക്ക് സ്കൂൾ ലീവായിരുന്നു. ആകെ മൊത്തത്തിൽ 10 ദിവസമായിട്ട് ഒരു മടി പിടിച്ച അവസ്ഥയും, അതിൻ്റെ കൂടെ ആരോഗ്യം ശരിയില്ലാത്തതുകൊണ്ട് അങ്ങനെയും കുറേ പ്രശ്നങ്ങളും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എവിടെയും പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ ശരി, വീട്ടിൽ നിന്നൊന്ന് പുറത്തിറങ്ങാം, കുറച്ചൊന്ന് ഫ്രഷ് എയർ കൊള്ളാം, കുറച്ച് കറങ്ങാം എന്നൊക്കെ ഉള്ള പ്ലാനിങ്ങിൽ നമ്മൾ വൈകുന്നേരം മോളിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തേക്കുമായിരുന്നേ. ശരി, അതുകൊണ്ട് ഞാൻ ലഞ്ചൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ലഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും റെഡി ആയിട്ട് ഒരു 4 മണി 5 മണി ആകുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാമല്ലോ എന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ചെമ്മീനകത്തൊരു നൂല് പോലത്തെ സംഭവം ഉണ്ടെന്ന്. ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചാൽ മതി, ഈസിയായിട്ട് കിട്ടിക്കോളും. അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില സമയം വയറുവേദന എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളയുന്നതാണ് കേട്ടോ നല്ലത്. തീരെ പൊടി ചെമ്മീനില്ലേ, അതിനകത്തുണ്ടാവില്ല അങ്ങനെ അഴുക്കൊന്നും. പക്ഷേ വലിയ ചെമ്മീനോ അല്ലെങ്കിൽ ഇതുപോലത്തെ മീഡിയം സൈസ് ചെമ്മീനൊക്കെ ആണെങ്കിൽ എന്തായാലും ക്ലീൻ ചെയ്ത് കളയണം കേട്ടോ. കടയിൽ നിന്ന് ആകുമ്പോൾ അവർ തോട് കളഞ്ഞിട്ട് തരും, ബാക്കി നമ്മൾ എന്തായാലും ഇത് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ മീനൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു 2 മീൻ ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പൊരിക്കാനായിട്ടും. ബാക്കി മീനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണെങ്കിൽ നാളെ മറ്റേ കറി ഉണ്ടാക്കാമല്ലോ. അപ്പം പൊരിക്കാനുള്ള മീനിലേക്ക് ബേസിക് മാരിനേഷന് ചേർക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മീനിലേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മീനൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം മാറ്റി വെക്കും കേട്ടോ. ആ സമയം കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊരിക്കുന്നുള്ളൂ. പിന്നെ ഇതിൽ നിന്ന് ഒരു 2-3 ചെമ്മീനും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. മോക്ക് ചെമ്മീൻ പൊരിച്ചത് ഭയങ്കര ഇഷ്ടമാണ്. മോക്ക് നല്ല ജിജോട്ടിനും ഇഷ്ടമാണ്. പക്ഷേ ജിജോട്ടിന് കറി ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ മോക്ക് മാത്രമായിട്ട് ഒരു 2-3 ചെമ്മീൻ എടുത്ത് പൊരിച്ച് വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കറിയിലേക്ക് എടുക്കുന്നുണ്ട്. മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ബാക്കിയുള്ള മീൻ ഇതുപോലത്തെ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ട് ഫ്രീസറിനകത്ത് വെക്കാൻ പോവാണ് കേട്ടോ. നാളെ എന്തെങ്കിലും കറിയാക്കാമെന്ന് വിചാരിച്ച്. എല്ലാം കൂടി ഒരുമിച്ചെടുത്താലും ഇവിടെ ആരും കഴിക്കത്തില്ല, ആകെ അമ്മയും മോളും ഒക്കെ കഴിക്കത്തുള്ളൂ. ചിലപ്പോൾ മീൻ പൊരിച്ചതാണെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട്, അത് എരിവ് കുറച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള മീനൊക്കെ അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചോറ്
ചോറാക്കുന്നുണ്ട്. ചോറും പിന്നെ ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മാങ്ങ ഇട്ട ചെമ്മീൻ കറി. ഇപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഒരു അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് നല്ല ജീരകം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്താണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. പിന്നെ ബാക്കി ഇഞ്ചി എടുത്തിട്ടുണ്ട്, പച്ചമാങ്ങ, പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം തക്കാളി, കുറച്ച് കരിവേപ്പില, ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ടിട്ട് ഈസി ആയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു ചെമ്മീൻ കറി. ഇപ്പം ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ചു. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല, ആദ്യം തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ സ്റ്റൗ ഓൺ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചട്ടിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും പച്ചമാങ്ങയും എല്ലാം ഇട്ട് കൊടുത്തു. ഒരു പച്ചമാങ്ങ മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അരയ്ക്കാനായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. അതല്ലാതെ കുറച്ച് എരിവുള്ള മുളക് പൊടി വേറെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കറി കലക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ ചെമ്മീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ എരിവുള്ള മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് ഇട്ടങ്ങ് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. ഓക്കെ, എന്നിട്ടാണ് ഞാൻ സ്റ്റൗ ഓൺ ചെയ്യുന്നത്. പിന്നെ പുളിവെള്ളം ചേർക്കുന്നില്ല. പുളിവെള്ളം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ലാസ്റ്റ് എല്ലാം നോക്കി ഈ മാങ്ങയുടെ പുളിയൊക്കെ അത്യാവശ്യം വെന്ത് വരുമല്ലോ, മാങ്ങ വെന്ത് വരുമ്പോൾ അതിൻ്റെ പുളി മനസ്സിലാവുമല്ലോ, ആ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോഴേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ ഇന്ന് ഞാൻ എടുത്ത മാങ്ങ അത്യാവശ്യം നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ലാസ്റ്റിൽ പുളിവെള്ളം ചേർക്കേണ്ടി വന്നില്ല. അഥവാ നിങ്ങൾക്ക് തീരെ പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് ഇതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചെമ്മീൻ അധികം വേവൊന്നും ഇല്ല കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. ഈ അരപ്പൊന്ന് ചൂടായിട്ട് മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയാൽ മാത്രം മതി. ചെമ്മീനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും, അധികം സമയം എടുക്കത്തില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഉപ്പും പുളിയെല്ലാം നോക്കി. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്, ഉപ്പുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്, എല്ലാം ഓക്കെയാണ്. അതുകൊണ്ട് അടുപ്പത്തുനിന്ന് മാറ്റി വെച്ച് ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിട്ട് ചേർക്കണം. നമ്മൾ ചെറിയുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വറുത്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഈ ചെറിയുള്ളിയുടെ കളറൊക്കെ അത്യാവശ്യം ബ്രൗൺ കളറായിട്ട് വരണം, അതുവരെ ഒന്ന് വറക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണും താഴെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ പാനിലേക്ക് കുറച്ച് കറിയും കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കടുക് വറക്കുമ്പോൾ അങ്ങനെയാണത് ചെയ്യുന്നത്, അതുപോലെ ചെയ്താൽ മതി. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ആയിട്ടുള്ള ചെമ്മീൻ, മാങ്ങ ഇട്ട ചെമ്മീൻ കറി റെഡിയാണ് കേട്ടോ. ഇത് ഇരിക്കുന്തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. തേങ്ങ അരച്ച കറിയാണ്, പിന്നെ പ്രത്യേകിച്ച് മീൻ കറിയൊക്കെ ആകുമ്പോൾ ഇരിക്കുന്തോറും ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് മാങ്ങയും കൂടി ഇട്ടതുകൊണ്ട് നല്ല ഒരു സ്വാദായിരിക്കും കേട്ടോ. മാങ്ങയുടെയൊക്കെ ഒരു പുളിയുള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനതവിടെ കഴിഞ്ഞു, കറി റെഡിയായി. ഇനിയിപ്പോൾ എന്തായാലും മീനും കൂടി ഒന്ന് പൊരിച്ചേക്കാമെന്ന് വിചാരിച്ചു. സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ചെമ്മീൻ അങ്ങ് മാറ്റി വെച്ചോട്ടോ, കാരണം മീനിനാകുമ്പം കുറച്ചധികം സമയം എടുക്കുമല്ലോ വറുത്ത് വരാനായിട്ട്. ചെമ്മീനാകുമ്പോൾ അത്രയും സമയമൊന്നും വേണ്ട. പിന്നെ ആകെ 2-3 ചെമ്മീനേ ഉള്ളൂ, മോക്ക് വേണ്ടിയിട്ട് മാത്രം വറക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീനെല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. എനിക്കിങ്ങനെ അത്യാവശ്യം നന്നായിട്ട് മുരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മീനൊക്കെ ചിലപ്പോൾ കഴിക്കും. അതും വളരെ 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 റെയറാണ് കേട്ടോ. ചിലപ്പോൾ വർഷത്തിൽ ഒരു തവണ എങ്ങനെ കഴിക്കത്തുള്ളൂ. അത്രയും റെയറായിട്ടാണ് ഞാൻ മീൻ കഴിക്കുന്നത്. എന്താ അറിയില്ല, മീനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അതവിടെ കഴിഞ്ഞു. പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ ചെമ്മീൻ കറി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് കൊത്തമ്പര എടുത്തിട്ട് നല്ലോണം കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് തോരൻ ഉണ്ടാക്കാനാണ്. ഇതിനിടയ്ക്ക് ഞാൻ മോൾ എന്ത് ചെയ്യുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ്. അപ്പോൾ അവളവിടെ ഭയങ്കരമായിട്ട് എന്തോ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സോ കൊത്തമല്ലിക്ക് തോരൻ ഉണ്ടാക്കാൻ പോവാണേ. ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന കൊത്തമല്ലിയിലേക്ക് ഒരു ഉള്ളിയും കൂടി അരിഞ്ഞു കൊടുത്തു, 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് അവിടെ വെച്ചേക്കായിരുന്നു. ഇനി ഒരു കടായി ചൂടാക്കാൻ വെച്ചു, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന കൊത്തമല്ലിക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. സമയം ഉണ്ടെങ്കിൽ തൊട്ടും വെള്ളം ചേർക്കാതെ നല്ലതുപോലെ വഴറ്റിയിട്ട് തോരൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്പം പിന്നെ അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കുകയായിരുന്നു ചെയ്തത്. പെട്ടെന്ന് ആയി കിട്ടിക്കോളും. അങ്ങനെ വെന്ത് വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് ലാസ്റ്റിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൊത്തമല്ലിക്ക തോരൻ റെഡിയാണ് കേട്ടോ. അതും അവിടെ റെഡിയായി. ആ സമയം കൊണ്ട് ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കുകയും ചെയ്തു. ഇനി നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. അപ്പോൾ ഈ മുരിങ്ങക്ക അങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബെൻഡായി പോകും, പിന്നെ വാടി പോകാനും ചാൻസസ് ഉണ്ട് പെട്ടെന്ന് ഫ്രിഡ്ജിൽ അങ്ങനെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. അതിന് പകരം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഇരുന്നോടും കുറച്ച് ദിവസം അങ്ങനെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ്. ആദ്യം തന്നെ വെണ്ടയ്ക്ക ഇങ്ങനെ ഒരു ബോക്സിനെല്ലാം എടുത്ത് വെക്കുന്നുണ്ട്. ഈ ബോക്സ് ഞാൻ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എവിടെ നിന്നോ വാങ്ങിച്ചത്, എനിക്ക് ഓർമ്മയില്ല, കുറേ മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ. ഒരു 6 പീസസിൻ്റെ ബോക്സ് സെറ്റാണിത്, വിത്ത് ലിഡാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ വെജിറ്റബിൾസ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക്. ഞങ്ങളുടെ ഫ്രിഡ്ജ് പിന്നെ കുറച്ച് ചെറുതായതുകൊണ്ട് 6 ബോക്സ് ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അധികം സ്പേസ് ഉണ്ടാവില്ല. പക്ഷേ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ ഒരു ബോക്സ് നമുക്കിങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആണ്. അപ്പോൾ ഓരോ വെജിറ്റബിൾസ് ഞാൻ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ പാവയ്ക്ക ഉണ്ടാവും, കുട്ടി പാവയ്ക്ക വാങ്ങിച്ചിട്ടുണ്ട്, പാവയ്ക്ക ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാരറ്റൊക്കെ ഒരു കവറിനകത്ത് ഇട്ടിട്ട് അതങ്ങനെ തന്നെ എടുത്ത് ഞാൻ ചില്ലറിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് വെക്കുന്ന ആ ഒരു സെക്ഷനിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മുള്ളങ്കി വന്നിട്ട് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മുള്ളങ്കി മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇല വന്നിട്ട് ഞാൻ ആ ഒരു കവറിനകത്ത് ഇട്ടിട്ട് സ്റ്റോർ ചെയ്യാൻ പോവാണ്. ഇന്നോ നാളെയോ എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് വെക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ എല്ലാവരും റെഡിയായി. ഇനി ഞങ്ങൾ മോൾ ഓഫ് ഏഷ്യയിലേക്ക് പോവാണ്. ഇവിടുന്ന് വലിയ ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ KL58 പോയിട്ട് ചായയും കുടിച്ച് അവിടുന്ന് ഒരു ഓട്ടോ ബുക്ക് ചെയ്തിട്ട് നമ്മൾ മോൾ ഓഫ് ഏഷ്യയിലേക്ക് പോകും. ഇന്ന് നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. സാധാരണ ഇപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു, പക്ഷേ എന്തോ ഇന്ന് മഴ പെയ്തിട്ടില്ല. പിന്നെ നല്ല തണുപ്പുമുണ്ട്. നല്ല ക്ലൈമറ്റാണ്, നടക്കാൻ പറ്റിയ ക്ലൈമറ്റാണ്. പക്ഷെ അമ്മയ്ക്ക് ഈ ക്ലൈമറ്റ് അത്ര സെറ്റ് ആവാറില്ല കേട്ടോ. അമ്മയ്ക്ക് എനിക്കൊന്നും മിക്കവാറും കണ്ണൂരൊക്കെ ഭയങ്കര ചൂടായതുകൊണ്ടായിരിക്കാം അവർക്ക് ബാംഗ്ലൂർ വരുമ്പോഴത്തേനും ഭയങ്കര തണുപ്പാണ്. നമുക്ക് ഈ ക്ലൈമറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല
പ്ലസൻറ്റ് ക്ലൈമറ്റായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ഇവിടെ നമ്മളിപ്പോൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ടൈം ഇത് ഇനാഗ്രേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഞാനും ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇടുകയും ചെയ്തു. ഇപ്പോൾ സെക്കൻഡ് ടൈമാണ് വരുന്നത്. പിന്നെ മാത്രമല്ല എന്തോ അറിയില്ല കേട്ടോ, ഇപ്പോൾ എനിക്ക് തീരെ മുകളിൽ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര മടിയാണ്. എനിക്ക് എന്തോ അറിയില്ല, എനിക്കിപ്പോൾ മുകളിലൊക്കെ ഒന്ന് പോകുന്നതും വലിയ ഇഷ്ടമൊന്നുമില്ല. പണ്ടും അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമുള്ള കൂട്ടത്തിലൊന്നുമല്ല കേട്ടോ ഞാൻ. മുകളിലൊന്നും എനിക്കങ്ങനെ വലിയ ക്രേസൊന്നുമില്ല. ചിലർക്ക് മുകളിലൊക്കെ പോകാനും കറങ്ങി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്തോ പണ്ടും അത്ര താല്പര്യമൊന്നുമല്ല, ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ പിന്നെ തീരെ ഇല്ലെന്ന് ഞാൻ പറയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം അമ്മ ഇവിടെയുള്ള സമയത്താണെങ്കിൽ ഇതിൻ്റെ ഇനാഗ്രേഷൻ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നേ. എന്നാൽ പിന്നെ അമ്മേനെ കൊണ്ടൊക്കെ കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയതാണ്. കുറച്ച് നേരം അവിടെയൊക്കെ വിൻഡോ ഷോപ്പിംഗ് ചെയ്ത് കുറച്ച് കറങ്ങി നടന്ന് കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ മാക്സിലൊക്കെ ഒന്ന് കയറി. അവിടെ ഇപ്പോൾ ഭയങ്കര ഡിസ്കൗണ്ട് സെയിലൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി നോക്കി. പിന്നെ ജിജുവേട്ടനും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ടീഷർട്ടും ഷർട്ടും ജീൻസൊക്കെ വാങ്ങിച്ചു. പിന്നെ ഈ കൂട്ടത്തിൽ ഒരാൾ മാത്രം ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മോളാവുമ്പം അവിടെ ഗെയിംസ് ഉണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഗെയിം സെക്ഷനിൽ പോകണം, കളിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളും ശരി കളിപ്പിക്കാന്നുള്ള രീതിയിൽ ഇരുന്നതാണ്. അതുകൊണ്ട് തന്നെ തീരെ ക്ഷമയില്ലായിരുന്നു അവൾക്ക്. ചെന്ന ഉടനെ തന്നെ പോവാം മേലെ പോവാം, 4th ഫ്ലോറിൽ പോവാം, കളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി. ഷോപ്പിംഗ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗെയിംസിലേക്ക് പോകാം, കാരണം ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ്, അപ്പം ഏറ്റവും ലാസ്റ്റാണ് അവിടെ ചെല്ലേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് നേരം ഒന്ന് ക്ഷമിച്ചിരുന്നു കേട്ടോ. ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കുട്ടിയുടെ ക്ഷമ നശിച്ചു തുടങ്ങി. പിന്നെ ഞങ്ങൾ ഇത് ഷോപ്പ് ചെയ്തതിന് ശേഷം നേരെ പോയത് ഗെയിം സെക്ഷനിലായിരുന്നു. മോള് ഗെയിംസൊക്കെ കളിക്കുന്നവരെ അമ്മ ഇവിടെ ഫുഡ് കോർട്ടിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. കാരണം അമ്മയ്ക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കോർട്ടിൽ ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചു.
മോക്ക് വേണ്ടിയിട്ടും പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 ഐസ്ക്രീം വാങ്ങിച്ചു. എനിക്കും ജിജുവേട്ടനും വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദി ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഞങ്ങളിത് വാങ്ങിച്ചത് നാഗാസ് എന്ന് പറഞ്ഞിട്ടൊരു കൗണ്ടർ ഉണ്ട് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഒരു ബിരിയാണിയെ വാങ്ങിച്ചുള്ളൂ, കാരണം വീട്ടിൽ ചെന്നിട്ട് ചോറും കറിയും എല്ലാം ഇരിപ്പുണ്ട്, അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ഞാനും ജിജുവേട്ടനും മോളും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. അമ്മയോട് എത്ര നിർബന്ധിച്ചിട്ടും അമ്മ കഴിക്കുന്നില്ല, കാരണം അമ്മയ്ക്ക് എന്തോ ഇങ്ങനത്തെ ബിരിയാണി ഒന്നും ഇഷ്ടമല്ല. അമ്മയ്ക്ക് പൊതുവെ കേരള ഫുഡ് മാത്രം, അതും കുറച്ചെങ്ങാനും കഴിച്ചു അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും സമയം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം TV ഒക്കെ കണ്ടു, പിന്നെ കഴിച്ചു, കിടന്നുറങ്ങി. അത്രേ ഉള്ളൂ കേട്ടോ, ഞങ്ങളുടെ സാറ്റർഡേ ഇങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.